Welcome to another video of Tech World Explore. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ ലെവൽ കൺട്രോളറും ഓട്ടോമാറ്റിക് വാട്ടർ പമ്പ് സ്വിച്ചുമാണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു 240 വോൾട്ട് കോൺട്രാക്ടറാണ്. 20 ആംപ്സ് ആണ് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റി. 600 വോൾട്ടാണ് മാക്സിമം വോൾട്ടേജ്. ലോഡ് വോൾട്ടേജ് ആണ് പറയുന്നത്. ഫേസ് ന്യൂട്രൽ 2 ഇൻപുട്ടുമുണ്ട്, പിന്നെ ഗ്രൗണ്ട് ഔട്ട്പുട്ടുമുണ്ട്. കോയിൽ എനർജൈസിന് 2 കണക്ടറുമുണ്ട്. ഫേസ് ന്യൂട്രലാണത്. ഇതിന് ഏകദേശം 600 രൂപയോളം വിലയുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ നമുക്കൊരു 12 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. 0.5 ആംപ്സ് ആണ് കപ്പാസിറ്റി. ടാപ്ഡ് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. 100 രൂപയോളം ഇതിനും വിലയുണ്ട്. പിന്നെ നമുക്ക് 12 വോൾട്ട് DP/DT റിലേ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണിത്. 150 രൂപയോളം വിലയുണ്ട് അതിന്. പിന്നെ 3 വേറെ വേറെ കളറിലുള്ള LED ലൈറ്റുകൾ വേണം. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ BC547 ട്രാൻസിസ്റ്റർ ആവശ്യമുണ്ട്. 3 ആവശ്യമുള്ളത് 4 എടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യാൻ്റെ 2 റെസിസ്റ്റർ ആവശ്യമുണ്ട്. 1 രൂപ 2 രൂപ വരും. പിന്നെ ഡോട്ടഡ് PCB ബോർഡ് ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. 2 ഡയോഡും ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് 2 ഡയോഡിനെ 12 വോൾട്ട് AC-നെ DC ആക്കാനായി ടാപ്ഡ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. ഇതിൽ വെച്ച് സോൾഡറിങ് ചെയ്യാം. കാഥോഡ് രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് 3 LED-യുടെയും ആനോഡുകൾ ചേർത്ത് ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. റെസിസ്റ്ററിൻ്റെ ഒരറ്റത്തായിട്ട് ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ആനോഡ് കാഥോഡ് തിരിച്ചറിയുകയെന്ന്. പ്ലസ് മൈനസ് 3 LED-യുടെയും നെഗറ്റീവ് പോയിൻറ്റുകൾ നമ്മൾ തനിച്ച് വെച്ചിട്ടുണ്ട്. പോസിറ്റീവ് എല്ലാം ചേർത്ത് റെസിസ്റ്ററിലോട്ട് കണക്ട് ചെയ്തു കോമണായി. PCB-യിൽ പൊതുവേ ഇങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത്. PCB-യുടെ മറ്റേ വശത്താണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഇതാണ് BC547 ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ പിൻ ഡീറ്റെയിൽ ഞാൻ ഡയഗ്രാമിൽ കൊടുത്തു. അതിൻ്റെ കലക്ടർ പോയിൻറ്റുകളെല്ലാം നമുക്ക് ഈ LED-യുടെ 3 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോയിൻറ്റ് 3 LED-യിലായിട്ട് LED-യുടെ നെഗറ്റീവ് പോയിൻറ്റിൽ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് 3 എമിറ്ററും കൂടി ചേർത്ത് നമുക്ക് ഒരു ഡയോഡിൽ കണക്ട് ചെയ്യാം. കോമൺ ആയിട്ട് കണക്ട് ചെയ്യാം. ആ ഡയോഡ് ആദ്യം ചെയ്ത പോലെ നേരെ തിരിച്ച് കണക്ട് ചെയ്യുക. നെഗറ്റീവ് ഡയറക്ഷനിലായിട്ട് കണക്ട് ചെയ്യുക. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒക്കെ സെൻറ്റർ പോയിൻ്റായ ബേസ് പോയിൻറ്റുകൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ബേസ് പോയിൻറ്റുകൾ തനിച്ചിപ്പോൾ അവിടെ നിർത്തിയേക്കുവാണ്. അതെന്താണെന്ന് നമുക്ക് തുടരെ വീഡിയോയിൽ കാണാം. നമുക്കിനി കുറച്ച് വയറുകൾ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്ഫോമർ ഇനി നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. നിങ്ങൾക്ക് ഇതിൽ നോക്കി ഒന്ന് പൗസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാൻസ്ഫോമർ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ട്രാൻസിസ്റ്ററിൻ്റെ 3 ബേസ് പോയിൻറ്റിൽ നിന്ന് 3 വയറുകൾ എടുത്ത് 3 കണക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. വയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് 3 കണക്ടറിലേക്ക് ഞാൻ കൊടുത്തത്. പിന്നെ പ്ലസിൽ നിന്നും ഒരു വയറെടുത്ത് തനിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. വയറുകൾ മാറിപ്പോകാതിരിക്കാൻ ഇൻസുലേഷൻ അടിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാനിതൊരു മരത്തിൻ്റെ ബോർഡിൽ എല്ലാം കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 4 വയറുകളും ടാങ്കിൽ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻ പോസിറ്റീവ് വയറാണ് വയർ 1, വയർ 2, വയർ 3, വയർ 4. അങ്ങനെ 4 ലെവലാണ് വാട്ടറിൻ്റെ. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ ഞാൻ ഇറക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു പൈപ്പിൽ കണക്ട് ചെയ്യുന്ന വെള്ളത്തിൽ ഈ വയർ ഇളക്കുന്നതനുസരിച്ച് LED ലൈറ്റ് മാറി മാറി കത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ വീഡിയോയിൽ കാണുന്നത് പോലെയും വലിയ വീഡിയോയിൽ കമ്പയർ ചെയ്യേണ്ട. രണ്ടും 2 ടൈമിംഗ് ആണ് വന്നിരിക്കുന്നത്. രണ്ടും ഒരേ സമയത്ത് കമ്പയർ ചെയ്ത് നോക്കണ്ട. വെള്ളമുള്ള ലെവൽ അനുസരിച്ച് LED ബ്ലിങ്ക് ആവും. വെള്ളമുള്ള ലെവലിൽ LED കത്തിക്കിടക്കും. പിന്നെ ഈ വീഡിയോ ഒരുപാട് ലെന്തി ആവാതിരിക്കാനായി ഞാൻ മോട്ടോർ കൺട്രോളിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. എല്ലാവരും പാർട്ട് 2 വീഡിയോ കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.